പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൂരത്തും ചാരത്തും തന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വർഷിപ്പ് ഈസ് ദ ഡോർ ടു ഗോഡ്സ് പ്രസൻസ്. ആരാധനയിൽ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം. പക്ഷേ അവൻ്റെ സാന്നിധ്യം പ്രാപിക്കാൻ വേണ്ടി നാം ആരാധിക്കരുത്. നാം ആരാധിക്കുന്നത് അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ്. നാം ദൈവസാന്നിധ്യം അറിയുന്നില്ലെങ്കിൽ കൂടി അവൻ്റെ സ്നേഹവും കരുതലും നമുക്ക് ചുറ്റുമുണ്ട്. യു ആർ സേഫ് നോട്ട് ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് ഡേഞ്ചേഴ്സ് ബട്ട് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നാം സേഫായിട്ടിരിക്കുന്നത് ആപത്തുകളില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ദൈവസാന്നിധ്യം കൊണ്ടാണ്. ഏറ്റവും കറുത്തിരണ്ട മണിക്കൂറുകളിൽ ഏറ്റവും അധികമായി ദൈവസാന്നിധ്യം തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നാം ഫേസ് ചെയ്യുന്ന സകല അവസ്ഥകളും മാറാൻ ഒരു നിമിഷത്തെ ദൈവസാന്നിധ്യം മതി. ചിലർക്ക് എല്ലാ ഡോക്ട്രിൻസും അറിയാമായിരിക്കും, പക്ഷേ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ വരും. നാം അങ്ങനെയാകരുത്. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായി ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 24, എബ്രായർ 9:24. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുന്നൊരു ദൈവം. ആമേൻ. സ്തോത്രം. ദൈവസാന്നിധ്യം അനുഭവിച്ച് മരുഭൂമിയിലൂടെ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ആ പ്രിൻസിപ്പിൾസ് ജ്ഞാനമുള്ള ദൈവം തൻ്റെ കൃപ അവരുടെ ജീവിതത്തിലേക്ക് വെളിവാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ 6 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഞാനത് 90-ാം സങ്കീർത്തനത്തിൽ നിന്ന് പ്രിയ ദൈവമക്കളെ ഒന്ന് ഓർപ്പിക്കട്ടെ. 1, ഗോഡ് ഈസ് ഗ്രേറ്റ്. ദൈവം വലിയവൻ. അത് നമ്മൾ 90-ാം സങ്കീർത്തനത്തിൻ്റെ എല്ലാം ഞാൻ 90-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് പറയുന്നത്. 1-2 വാക്യങ്ങൾ. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് വലിയവൻ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇത് അവരുടെ ജീവിതയാത്രയിൽ മുഴുവൻ ദൈവം തെളിയിച്ചുകൊണ്ടിരുന്നു ഈ പ്രിൻസിപ്പിൾ. രണ്ടാമത്തേത് ലൈഫ് ഈസ് ഷോർട്ട്. ജീവിതം ചെറുതാണ്. അത് നമ്മൾ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ കാണുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരളി ചെയ്യുന്നു. 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. മൂന്നാമത്തേത് സിൻ ഈസ് സീരിയസ്. പാപം കഠിനമാണ്. അത് 7 മുതൽ 11 വരെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ നിൻ്റെ കോപത്താൽ ക്ഷയിച്ചും നിൻ്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിൻ്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? മനസ്സിലായില്ലേ പാപം എത്ര കഠിനമാണെന്ന്? അതൊരു പ്രിൻസിപ്പിൾ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ മക്കൾ മാത്രമല്ല, ഇന്ന് ഇത് കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെ, ആദ്യം ഞാനാണല്ലോ ഇത് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. 4, വിസ്ഡം ഈസ് എസെൻഷ്യൽ. ജ്ഞാനം ആവശ്യമാണ്. അത് 12-ാം വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. 5, മേഴ്സി ഈസ് അവൈലബിൾ. കരുണ ലഭ്യമാ.
ദൈവത്തിൻ്റെ ആ ദയുണ്ടല്ലോ, വലിയ ദയ, അത് ലഭ്യമാണ്. അത് 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. യഹോവേ മടങ്ങി വരയണമേ. സ്തോത്രം. എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടേ ഈ കരുണ? നമുക്ക് വേണ്ടേ? ദൈവം നമുക്കത് തരും കേട്ടോ. ക്ലേശിപ്പിച്ച ദിവസങ്ങൾ, കുഞ്ഞേ നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. എത്ര ദിവസങ്ങളിൽ നീ ക്ലേശം ഇവിടെ അനുഭവിച്ചിട്ടുണ്ട്. നീ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾ, കുഞ്ഞേ, നീ അനർത്ഥം കണ്ട, അനർത്ഥം അനുഭവിച്ച, അനർത്ഥത്തിൽ കൂടെ പോയ സംവത്സരങ്ങളില്ലേ, അതിന് തക്കവണ്ണം സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവം. 6ാമത്തെ പ്രിൻസിപ്പിൾ, സക്സസ് ഈസ് പോസിബിൾ. ജയത്തിന് സാധ്യതയുണ്ടെന്നേ. ഇന്ന് രാവിലെ കാലം നിരാശയോടെ ആയിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന, ശരീരത്തിന് സുഖം തോന്നാത്ത, അകത്തും പുറത്തും യുദ്ധമാണല്ലോ ദൈവമേ എന്ന് ഓർത്തുകൊണ്ട് എന്ത് ചെയ്യും ഞാൻ, എവിടേക്ക് പോകും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണമേ, സക്സസ് ഈസ് പോസിബിൾ. ജയത്തിന് സാധ്യതയുണ്ട്. ദൈവം ജയം തരും, ജയം തരും. അത് വാക്യങ്ങൾ 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, അതായത് 16ഉം 17ഉം വാക്യങ്ങൾ. നിൻ്റെ ദാസന്മാർക്ക് നിൻ്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പ്രൈസ് ഗോഡ്. ഞാൻ പണ്ടൊരിക്കൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ക്ലാസ്സും വെജിറ്റബിൾ കാവിങ് ക്ലാസ്സസ്, ബൊക്കെ ക്ലാസ്സസ്, പിന്നെ കുക്കിംഗ് ക്ലാസ്സസ്, ബേക്കിംഗ് ക്ലാസ്സസും പിന്നെ പുഡിംഗ് ക്ലാസ്സസൊക്കെ എടുക്കുമായിരുന്നു. ഈ ബേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ സാധാരണ ഇത് ഇവിടെ എൻ്റെ അടുത്ത് വന്ന് പഠിച്ചിട്ടുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. 5 കേക്കുകളാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ ആണെങ്കിൽ അന്ന് ക്രെഡായുടെ വലിയ കുക്കിംഗ് റേഞ്ചായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. സ്തോത്രം. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ കൈ ഇങ്ങനെ ദൈവസന്നിധിയിൽ മലത്തിയിട്ട് പറയും, ദൈവമേ എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കാരണം ക്ലാസ്സസിന് വരുന്നത്, സാധാരണ ബേക്കിംഗ് ക്ലാസ്സും പുഡിംഗ് ക്ലാസ്സും ഒക്കെ പഠിക്കാൻ വരുന്നത് ഇവിടുത്തെ ആലുവയിലാണല്ലോ ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാർ തുടങ്ങിയുള്ളവരൊക്കെയാണ് വരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചില അച്ചായന്മാരുടെ ഭാര്യമാരൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു കേക്ക് പൊങ്ങാതെയൊക്കെ ഇരുന്നാൽ വളരെ മോശമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവം ഇന്നുവരെയും ഒന്നും ഫ്ലോപ്പാകുവാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ കാലഘട്ടം ഇപ്പോൾ ഇങ്ങനെ നിങ്ങളോട് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറയാം, നമ്മളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, ഈ 6 പ്രിൻസിപ്പിൾസ് നാം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ റിസൾട്ട് ജീവിതത്തെ ആകമാനം വ്യത്യാസപ്പെടുത്തും. ഏതൊക്കെയാ? ദൈവം വലിയവൻ, ജീവിതം ചെറുതാണ്, പാപം കഠിനമാണ്, ജ്ഞാനം ആവശ്യമാണ്, കരുണ ലഭ്യമാണ്, ജയത്തിന് സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഉള്ളിൽ അങ്ങ് എഴുതിയിട്. അതായത് ഗോഡ് ഈസ് ഗ്രേറ്റ്, ലൈഫ് ഈസ് ഷോർട്ട്, സിൻ ഈസ് സീരിയസ്, വിസ്ഡം ഈസ് എസെൻഷ്യൽ, മേഴ്സി ഈസ് അവൈലബിൾ, സക്സസ് ഈസ് പോസിബിൾ. നമ്മുടെ ജീവിതത്തെ മാറ്റും, ആകമാനം വ്യത്യാസപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ആ വരുന്ന വ്യത്യാസം നിലനിൽക്കുന്ന വ്യത്യാസവുമായിരിക്കും. ദൈവം ഏറ്റവും വലിയവനാണ്. അവനോട് നാം ഏറ്റവും ശരിയായ രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങളുടെ ജീവിതം വെറുതെ ചെറുതാണെന്ന് മനസ്സിലാക്കിയാൽ ഏറ്റവും സെൻസിബിളായിട്ടുള്ള കാര്യം അത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിത്യതയോടുള്ള ബന്ധത്തിൽ ജീവിതം തുടരണമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പാപം സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ആ പാപങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റണം. അതാണ് വൈറ്റൽ, സജീവമായ കാര്യം. നാം ജ്ഞാനത്തെ പുണർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ പ്രയോറിറ്റീസിനൊക്കെ വ്യത്യാസം വരും. നാം നമ്മുടെ ജീവിതത്തിൽ ചിലത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന് ചിലവാക്കുന്നതിനേക്കാൾ
പ്രാധാന്യം എന്തിന് കൊടുക്കണം? ഹല്ലേലൂയ. ചിലവാക്കുന്നതിനേക്കാൾ പ്രാധാന്യം നാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കൊടുക്കണം. ചിലത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ. കരുണ നമുക്ക് ലഭ്യമാണെങ്കിൽ നാം അത് വളരെ സമൃദ്ധിയായി പ്രാപിച്ച് അത് എൻജോയ് ചെയ്ത് ആനന്ദത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കാൻ തക്കവണ്ണമുള്ളൊരു ഡിസിഷൻ നാം തിരഞ്ഞെടുക്കണം. ജയം നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ ദൈവം നമുക്ക് തീർച്ചയായും അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും അതിനാൽ നാം ഈ നന്മയിൽ കൂടെ, ഈ നന്മയ്ക്ക് വേണ്ടി, ഈ നന്മ പ്രാപിച്ചുകൊണ്ട് ലോകത്തെ സ്വാധീനിക്കാനും നമുക്ക് കഴിയണം. ഈ 6 പ്രിൻസിപ്പിൾസ് നമ്മുടെ എല്ലാ കൺഫ്യൂഷൻസിനെയും മാറ്റിക്കളയും. അത് നമ്മുടെ ലക്ഷ്യങ്ങൾക്കെല്ലാം നല്ല ക്ലാരിറ്റി തരികയും ചെയ്യും. അങ്ങനെ ഈ നല്ല ഉദ്ദേശത്തോടെ ഫ്രൂട്ട്ഫുള്ളായി ജീവിപ്പാൻ ഇടയാകണം. നല്ല അറിവിലേക്ക് നമ്മെ നടത്തുന്നതിനുള്ള ബേസിക്സാണിതെല്ലാം. ഇത് നമ്മെ എവിടെയാണ് എന്ന് അറിയുവാൻ സഹായിക്കും. നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ, നമ്മുടെ ആത്മീയ നിലവാരം, തെർമോമീറ്റർ വെച്ച് നമ്മുടെ ടെമ്പറേച്ചർ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പോലെ ഈ അറിവുകളൊക്കെ, അതായത് ദൈവം വലിയവനാ, ജീവിതം ചെറുതാ, പാപം വളരെ കഠിനമാ, അതിനൊക്കെ ജ്ഞാനം ആവശ്യമാ, ദൈവത്തിൻ്റെ കരുണ ലഭ്യമാ, അങ്ങനെ ജയത്തോടെ ജീവിക്കാനുള്ള സാധ്യത നമുക്കുണ്ടെന്നൊക്കെ മനസ്സിലായാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇത് നമ്മെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാകും. നാം എവിടേക്കാണ് പോകേണ്ടതെന്ന് നാം മനസ്സിലാക്കത്തക്കവണ്ണം നമ്മെ എക്വിപ്പ് ചെയ്യും. അതായത് പ്രൈസ് ദി ലോർഡ്, നമ്മെ എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? നിത്യതയിലേക്ക്. അങ്ങനെ നിത്യയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ആശംസിക്കുകയാണ്. ഹല്ലേലൂയ. അടിയനെയും ദൈവം അതിനുവേണ്ടി സഹായിക്കുകയും കൃപ ചെയ്യുകയും ചെയ്യട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നിമിഷം വരെയും ഞങ്ങളെ കാത്തു സൂക്ഷിച്ച നിൻ്റെ മഹാസ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ട കർത്താവേ, ഈ ബേസിക് പ്രിൻസിപ്പിൾസ് കർത്താവേ, ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണെങ്കിലും മറിഞ്ഞു കിടന്നത് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുന്ന ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. അതനുസരിച്ച് ജീവിപ്പാൻ സഹായിക്കണം. ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.